പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാതെ ടേബിളിൽ പൈസ വരില്ലല്ലോ. മാറുന്ന ടേസ്റ്റിനനുസരിച്ചുള്ള ഇന്നോവേഷൻ സംഭവിക്കേണ്ടതുണ്ട്. ഇതെല്ലാം ഗിമ്മിക്കല്ലല്ലോ, കാരണം ഇതെല്ലാം ചേർന്നതാണ് ഈ കമ്പനി. ഈ സിഇഒസും ഫിനാൻസ് ടീമും തമ്മിൽ ചില കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും. പ്രത്യേകിച്ചും ടീം ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇന്നോവേഷൻസിനൊക്കെ വേണ്ടിയിട്ടൊരു ഫണ്ട് മാറ്റി വെക്കേണ്ടി വരുന്ന സമയത്ത് ഫിനാൻസ് ടീമിൻ്റെ സഹകരണം പലപ്പോഴും വിൻ ചെയ്യാൻ പറ്റാതെ അവരും പ്രോജക്റ്റ് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യാം. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? ഫിനാൻസ് ടീം എന്ന് പറയുന്ന ആളുകൾ പൊതുവെ നമ്പേഴ്സിൽ മാത്രമായിട്ടായിരിക്കും, കാരണം അവർ വളരെ ചുരുങ്ങിയ കാഴ്ചപ്പാടായിരിക്കും ഉണ്ടാവുക. അവരുടെ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കം ബാക്ക് ടു ദ ടേബിൾ. ആ കാഴ്ചപ്പാടിനകത്തൊരു പ്രശ്നമുണ്ട്. ഇതെല്ലാം ഗിമ്മിക്കല്ലല്ലോ, കാരണം ഇതെല്ലാം ചേർന്നതാണ് ഈ കമ്പനി. പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാതെ ടേബിളിൽ പൈസ വരില്ലല്ലോ. മാറുന്ന ടേസ്റ്റിനനുസരിച്ചുള്ള ഇന്നോവേഷൻ സംഭവിക്കേണ്ടതുണ്ട്. അങ്ങനെ സംഭവിച്ചുകൊണ്ടാണ് ഈ ബുക്കിൽ ഇത് വരുന്നതെന്നുള്ള റിയാലിറ്റി അദ്ദേഹത്തിന്റെ കയ്യിലില്ല. അദ്ദേഹം ഈ ബുക്കിലേക്ക് വരുന്ന പൈസ മാത്രമേ അദ്ദേഹം കാണുന്നുള്ളൂ. ചുരുങ്ങിയ വ്യൂ ആണ് അദ്ദേഹത്തിനുള്ളത്, അല്ലെങ്കിൽ ആ ടീമിനുള്ളത്. ഇതൊരു കോംപ്രിഹെൻസീവ് സിസ്റ്റത്തിന്റെ ഭാഗമാണെന്നുള്ളതും ഇതിലെ പ്രധാനപ്പെട്ട കണ്ണിയാണ് കസ്റ്റമർ എന്നുള്ളതും ആ കസ്റ്റമറുടെ ടേസ്റ്റുകൾ മാറുന്നതിനനുസരിച്ച് ഇന്നോവേഷൻസ് നടക്കേണ്ടതെന്നുള്ളതും പ്രൊഡക്റ്റ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും അത് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ വേണ്ടി ടീം ഇടുന്ന എഫേർട്ടുകൾ ഉണ്ട് എന്നുള്ളതും ആ ടീമിൻ്റെ മാനസിക നിലയും അവരുടെ അറിവും അവരുടെ പെർഫോമൻസും എല്ലാം ഈ ടേബിളിനെ ബാധിക്കുന്ന കാര്യമാണെന്നും റിയലൈസ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് സിഇഒ ലെവലുള്ള ഒരാൾ കുറേയും കൂടി അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതേസമയം പലപ്പോഴും ഫിനാൻസ് ടീമിന് ആ പിക്ചർ മിസ്സായി പോവുകയും ചെയ്യുന്നത്. ഞാൻ എപ്പോഴും എൻ്റെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള സിഇഒസിനോട് അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യം, അവിടെ ചിലപ്പോൾ നമ്മൾ ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരും. കാരണം എൻഡ് ഓഫ് ദ ഡേ ഹി ഈസ് ദ പേഴ്സൺ ഹു ഈസ് ആൻസറബിൾ. ആ ഒരു കാഴ്ചപ്പാട് ഇദ്ദേഹത്തിന് ഉണ്ടാവേണ്ടതുണ്ട്. ATBC, profit with purpose, prosperity for all.